സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഡെഡ്പൂൾ 3 അഥവാ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് ഒഫീഷ്യൽ ടീസർ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടീസർ കണ്ടതിന് ശേഷം മൂവിയാണെങ്കിൽ മൂവിയുടെ ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടീസർ കണ്ടപ്പോൾ മെയിനായിട്ട് നല്ല രീതിക്ക് പ്രോമിസിങ് ആയിട്ടുള്ളൊരു മൂവി ആയി മാറാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടീസർ ട്രെയിലറിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കുക തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡെഡ്പൂൾ 3 അഥവാ ഡെഡ്പൂൾ ആൻഡ് വൂൾവറൈൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു ടീസർ അഥവാ ഈ ഒരു ട്രെയിലർ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, അതിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ടീച്ചറിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വെയ്ഡ് വിൽസനും അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫാമിലിയും നിന്ന് പുള്ളിക്കാരൻ്റെ ആ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ തുടക്കത്തിൽ കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയ്ഡ് വിൽസൻ്റെ തലയിലാണെങ്കിൽ ഇപ്പം മുടിയൊക്കെ കിളിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ആ ട്രെയിലർ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആ മുടിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെറും ഒരു വിഗ് മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ചുറ്റുപാടൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ വെയ്ഡ് വിൽസൻ്റെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി ഒരു നല്ല ഡീസൻറ്റ് ലൈഫായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ടീച്ചറിൻ്റെ അകത്ത് കാണാൻ പറ്റിയ ആ ഒരു ഓപ്പണിംഗ് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സീനും കാര്യങ്ങളും. അപ്പോൾ അതിനുശേഷം അവിടെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ക്യാൻഡിൽ ഊതി അണയ്ക്കുന്ന ആ ഒരു സമയം തന്നെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഡോറിൽ ആരൊക്കെ നോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ഡെഡ്പൂൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് TV ഏജൻസിനെയാണ്. അപ്പോൾ TV ഏജൻസി എന്തുകൊണ്ട് ആ ഒരു സമയത്ത് വന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ല രീതിക്കൊരു ഡൗട്ടായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ആ ഒരു പാസ്റ്റിൽ പോയി വെനീസിനെയൊക്കെ രക്ഷിക്കുന്ന ആ ഒരു സംഭവം ഡെഡ്പൂൾ 2 നടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുശേഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഡെഡ്പൂൾ 3 കാണിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ TV ആ ഒരു സമയത്ത് അവിടെ വരുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്കും തോന്നിയായിരുന്നു. പിന്നെയാണ് നമുക്ക് ആ ഒരു ട്രെയിലർ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് TV ആണെങ്കിൽ ആ ഒരു നെക്സസ് ഇവൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മുടെ ഡെഡ്പൂളിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പകരം ഡെഡ്പൂളിനെ കൊണ്ട് എന്തോ ഒരു കാര്യം നമ്മളെ TVക്ക് നേടിയെടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡെഡ്പൂളിനെ പിടിക്കാനായിട്ട് നമ്മുടെ TV ഇപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ആ TV ഏജൻസ് ആണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിനെ TVയുടെ നമ്മുടെ ഒരു പാരഡോ എന്ന് പറയുന്ന ഒരു ഏജൻറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ലൈക്ക് നമ്മുടെ മോബിയസിൻ്റെ കൂട്ട് ഏജൻറ്റാണെന്ന് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, നമ്മുടെ മോബിയസിൻ്റെ കൂട്ടുള്ളൊരു ആ ഒരു ലെവലിലുള്ള ഒരാളായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കോമിക്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ പാരഡോ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിൽ നമ്മുടെ മോബിയസിൻ്റെ ഒരു ഫ്യൂച്ചർ വേർഷൻ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മോബിയസ് ആണെങ്കിൽ ആ ഒരു ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി TVയുടെ ഈ ജഡ്ജായി മാറുകയാണ്. അതിനുശേഷം ജഡ്ജായി മാറുന്ന മോബിയസ് ആണെങ്കിൽ മോബിയസിൻ്റെ പേര് മാറ്റി അത് പാരഡോയിലേക്ക് ആക്കുന്നുണ്ട് നമ്മുടെ കോമിക്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് ആണ് നമ്മുടെ നമുക്ക് പാരഡോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഏജൻറ്റ് പാരഡോക്സ് ആണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിനെ വിളിച്ചുകൊണ്ടൊരു ഡോറ് തുറന്നിങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ക്ലോസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഒരു ടെമ്പറൽ ലൂമും അതുപോലെ തന്നെ ടൈം ലൈനൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലോക്കിക്കാതെ നമ്മൾ എല്ലാവരും നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള സീനാണ് ആ ഒരു ടെമ്പറൽ ലൂമും ആ ടൈം ലൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലോക്കി ഒരു ട്രീ പോലെ ആക്കി മാറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ അതേസമയം നമ്മൾ ഈ ഒരു മറ്റേ നമ്മുടെ ലോക്കി സീസൺ 2 അകത്ത് ആ ഒരു TVയിലെ ആ ഒരു ടെമ്പറൽ ലൂം നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്യാങ് ആണെങ്കിൽ അത് ഹൊറിസോണ്ടലി ആയിട്ടായിരുന്നു ആ ഒരു ടെമ്പറൽ ലൂം വെച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഈ ഒരു TVയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു ടൈം ലൈനിൻ്റെ നടുക്കായിട്ട് വെർട്ടിക്കലി ആയിട്ടാണ് നമുക്ക് ആ ഒരു ടെമ്പറൽ ലൂം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഹൊറിസോണ്ടലിൽ നിന്ന് അത് വെർട്ടിക്കലായി മാറി എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഒട്ടനവധി തിയറീസ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബ്രേക്ക് ഡൗൺ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ TV നമ്മുടെ വെയ്ഡ് വിൽസനെ ആണെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിൻ്റെ കൂട്ടാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു വെയ്ഡ് വിൽസൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ബാഡ്ജിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസൾട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ലോക്കിയിലോട് ചെയ്ത് പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ വെയ്ഡ് വിൽസൺ ഇവിടെ നേരിടാൻ പോകുന്നത്. അതിനുശേഷം ആ ഒരു പാരഡോ എന്ന് പറയുന്ന ഏജൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിനെ കുറച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ഈ ഒരു മാർവലിൻ്റെ ആ ഒരു ഇതൊക്കെ ഈസ്റ്റർ എഗ്ഗും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അതായത് ആ ഒരു സ്ക്രീനിൻ്റെ അകത്ത് നമ്മുടെ തോർ രാഗ്നറോക്ക് മൂവിയുടെ സീനും അതുപോലെ തന്നെ നമ്മുടെ ഏജ് ഓഫ് അൾട്രോൺ മൂവിയിലെ സീനും ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജിയർ പോലത്തുള്ള മൂവികളുടെയൊക്കെ സീനും കാര്യങ്ങളും കാണിക്കുകയാണ്. ഇൻഫാക്ട് നമുക്ക് ആ ഒരു അവിടുത്തെ ഒരു ചെറിയൊരു സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഡെഡ്പൂളിൻ്റെ മൂവിയുടെ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടീച്ചർ കുറച്ച് സ്പീഡപ്പ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഷോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു മുട്ട അടിച്ചിട്ടുള്ള മുട്ടതലയുള്ള ഒരാളൊരു ചെയറിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരാളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പം ഒരു വ്യക്തി വന്നിട്ടുണ്ടാവും, നിങ്ങൾ കട്ട മാർവൽ ഫാൻ ആണെങ്കിൽ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഈ ഒരാൾ. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരാളുടെ സിസ്റ്ററാണ് ഈ ഒരു ചെയറിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഫസർ ചാൾസ് സേവിയറിനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇരിക്കുന്ന പുള്ളിക്കാരനല്ല, പുള്ളിക്കാരൻ്റെ പകരം നമ്മുടെ പ്രൊഫസർ ചാൾസ് സേവിയറിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള കസാൻഡ്ര നോവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്.
അപ്പോൾ കോമിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കസാൻഡ്ര നോവയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഫസർ ചാൾസ് സേവിയറിൻ്റെ ഒരു ട്വിൻ സിസ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാൾസ് സേവിയറിൻ്റെ കയ്യിലുള്ള ആ ഒരു സെയിം പവേഴ്സ് തന്നെയാണ് നമ്മുടെ കസാൻഡ്ര നോവയുടെ കയ്യിലുള്ള സെയിം പവേഴ്സ്. അത് രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു സീനിൻ്റെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ്പൂൾ ഒരു കേവ് പോലത്തുള്ള സ്ഥലത്തിൻ്റെ അതിങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഡെഡ്പൂളിൻ്റെ അടുത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ ഈ പല്ലുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പല്ലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ഡൈനോസോറൊക്കെ പോലത്തുള്ള ആ ഒരു ഡൈനോസറൊക്കെ ഉള്ള ഒരു സ്ഥലം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മാർവൽ കോമിക്സിൻ്റെ അകത്താണെങ്കിൽ നമ്മുടെ ഡൈനോസോറൊക്കെ ഉള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരെണ്ണേ കാണത്തുള്ളൂ. അത് നമ്മുടെ സാവേജ് ലാൻഡ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു മൂവിക്കകത്ത് സാവേജ് ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം കാണിക്കാനായിട്ട് ഒരു പറ്റിയ മൂവി തന്നെയാണ് നമ്മുടെ ഡെഡ്പൂൾ 3 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഒരു കസിനോ പോലത്തുള്ള ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോട്ടാണ് കോമിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ. അവിടെ നമ്മുടെ ഡെഡ്പൂളിനെ കാണിച്ചതിന് ശേഷം ഒരാളെ ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മുടെ ഈ ബാക്കിലൂടെയാണ് ആ ഒരാളുടെ ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് ആ ഒരാളുടെ മുടി നോക്കുകയാണെങ്കിൽ നമ്മുടെ വൂൾവറൈൻ്റെ കൂട്ടൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം പുള്ളിക്കാരൻ്റെ ഒരു സ്യൂട്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ വൂൾവറൈൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയുന്നത് കോമിക്സിൻ്റെ ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വൂൾവറൈൻ്റെ ഒരു പാച്ച് ലുക്കാണെങ്കിൽ നമ്മുടെ ഈ കോമിക്സിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു സമയത്താണെങ്കിൽ വൂൾവറൈൻ്റെ ആ ഒരു ഹീലിംഗ് പവറും കാര്യങ്ങളും കോമിക്സിൽ കുറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ വൂൾവറൈൻ്റെ കണ്ണിനാണെങ്കിൽ ഒരു ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കണ്ണ് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഐ പാച്ചൊക്കെ ഇട്ട് ഈ വൈറ്റ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു നമ്മുടെ വൂൾവറൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്യൂട്ടിൻ്റെ നല്ലൊരു റെഫറൻസ് തന്നെയായിട്ടാണ് എനിക്ക് ഈ ഒരു സീനും തോന്നിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ സ്യൂട്ടപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറച്ച് നമ്മുടെ ജോൺ വിക്ക് സ്റ്റൈൽ പോലെയൊക്കെ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്കാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിനെ ഒരുക്കാനായിട്ട് അഥവാ സ്യൂട്ടപ്പ് ചെയ്യാനായിട്ട് മറ്റൊരാളെ സഹായിക്കാനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വാളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്യൂട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ചന്തിയിലൊക്കെ ഇടയ്ക്ക് അടിച്ചും കൊടുക്കുന്നുണ്ടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂമിലേക്ക് അഥവാ സ്യൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അഥവാ ഡെഡ്പൂൾ 2 മൂവിക്കകത്തൊക്കെയുള്ള നമ്മുടെ ഡെഡ്പൂളിൻ്റെ സ്യൂട്ടാണെങ്കിൽ കുറച്ച് ബ്രൈറ്റൊക്കെ കുറവായിട്ടുള്ളൊരു സ്യൂട്ടായിരുന്നു. അതേസമയം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് റെഡ് കളറാണെങ്കിൽ നല്ല രീതിക്ക് ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സ്യൂട്ടായിട്ടാണ് നമുക്ക് കാണുമ്പം ആ ഒരു സ്യൂട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ആ ഒരു സ്യൂട്ടിൻ്റെ ആ ഒരു ബെൽറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ കയ്യിലില്ലാത്ത ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ലാത്തൊരു ബെൽറ്റ് തന്നെയാണ്. ആ ഒരു ബെൽറ്റിൻ്റെ അകത്ത് നമുക്ക് ഡെഡ്പൂളിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്യൂട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്യൂട്ടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടി വി ആണെങ്കിൽ വെയ്ഡ് വിൽസൺ അഥവാ ഡെഡ്പൂളിനെ വിളിച്ചുകൊണ്ട് ടി വിയിലേക്ക് വരികയാണ്. ടി വി ഏജൻസി പിടിച്ചുകൊണ്ട് വരികയാണ്. അതിന് ശേഷം സ്യൂട്ടപ്പൊക്കെ ചെയ്ത് തോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു മിഷനിലേക്ക് അയക്കുകയാണ്. അതേസമയം ആ ഒരു മിഷൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഈ ടി വിക്ക് നേരെ തന്നെ പിന്നെ നമ്മളെ ഡെഡ്പൂൾ അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ മുന്നോട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ബ്രൂട്ടൽ വേയിലാണ് നമ്മുടെ ഡെഡ്പൂൾ ആ ഒരു ടി വി ഏജൻസിനെ എല്ലാവരെയും അറ്റാക്ക് ചെയ്ത് അവിടെ കൊല്ലുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ടി വി ഏജൻസിനെ ഒരു സ്നോ പോലത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് അഥവാ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം പ്രോബബ്ലി നമ്മുടെ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൻ്റെ അകത്ത് ആ ഒരു ഐക്കോണിക് സീൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ള ആ ഒരു സ്ഥലം തന്നെ ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അതായത് നമ്മുടെ ആ ഒരു ടി വിയുടെ മോണിറ്ററിൻ്റെ അകത്ത് കുറച്ച് ഐക്കോണിക് സീനും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ വിസിറ്റ് ചെയ്ത് ആ ഒരു ഐക്കോണിക് മൂവ്മെൻറ്റൊക്കെ പിന്നെ ഒന്ന് കണ്ട് നോക്കിയേക്കാം. ആ ഒരു നെക്സസ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റാതെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഇപ്പം നമ്മുടെ ടി വി ആണെങ്കിൽ ഈ നെക്സസ് ഇവൻറ്റും കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ ഡെഡ്പൂൾ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിനെ ആണെങ്കിൽ മിക്കവാറും നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ നല്ല രീതിക്ക് പണി ഒപ്പിച്ച് തരാൻ ചാൻസ് ഉണ്ട്. അതായത് ഡെഡ്പൂൾ നല്ല രീതിക്കുള്ള ആ ഒരു നെക്സസ് ഇവൻറ്റും കാര്യങ്ങൾ ഈ ഒരു മൂവിക്ക് അത് എന്തായാലും കോസ് ചെയ്യാൻ അഥവാ നമ്മുടെ ഡെഡ്പൂൾ കാരണം സ്റ്റാർട്ട് ആവാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നമുക്കാണെങ്കിൽ ആ ഒരു ഫോക്സ് സ്റ്റുഡിയോസിൻ്റെ ഒരു ലോഗോവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു കൂളായിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് സ്റ്റൈലാണ് നമ്മുടെ ഡെഡ്പൂളിൻ്റെ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് സീൻ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ്പൂളിൽ ആ ഒരു ഫൈറ്റും കാര്യങ്ങളും നടക്കുന്ന ഇടയ്ക്കാണെങ്കിൽ ഒരു ആളാണെങ്കിൽ ഒരു ടി വി ഏജൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിനെ നേരെ സറണ്ടർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കയ്യിലൊക്കെ കെട്ടിയിട്ട് ആ ഒരു സമയം തന്നെ എന്തോ ഒരു സംഭവമാണെങ്കിൽ വന്നിട്ട് ആ ഒരു ടി വി ഏജൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒരു പർപ്പിൾ കളറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഒരു സീനിലൂടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും പറയാൻ സാധിക്കും അത് നമ്മുടെ എലയത്താണ് എന്നുള്ളൊരു കാര്യം. അപ്പം ഈ ഒരു സീക്വൻസ് എല്ലാം ടേക്ക് പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ആ ഒരു വോയിഡിലെ ആ ഒരു എലയത്തിനെ തന്നെ ആവാൻ നമ്മളവിടെ കണ്ടിട്ടുള്ളത് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഷോട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ആ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫസ്റ്റ് അവഞ്ചർ മൂവിയുടെ ആ ഒരു പാട്ടായിട്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ആ ഒരു പണ്ടത്തെ ആ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു മൂവി തന്നെയാണ് ഫസ്റ്റ് എന്തായാലും ഓർമ്മ വരുന്നത്.
അതുപോലെ തന്നെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്ന ആ ഒരു 20th സെഞ്ച്വറി ഫോക്സ് സ്റ്റുഡിയോസിൻ്റെ ആ ഒരു ലോഗോയും തന്നെയാണ്. അപ്പം മേ ബി നമ്മുടെ ഈ ഒരു എൻ്റയർ ഫോക്സ് യൂണിവേഴ്സിൻ്റെ ആ ഒരു എക്സ്മെനും അതുപോലെ തന്നെ എല്ലാ സൂപ്പർ ഹീറോസും നമ്മുടെ ആ ഒരു ഫോക്സസ് ആ സ്റ്റുഡിയോസ് ഉൾപ്പെടെ തന്നെ പ്രൂണായി വോയിഡിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിൻ്റെ അകത്ത് നമുക്കൊരു ഡിവൈസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒരു തിയറി മാത്രമേ പറയാനുള്ളൂ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസാൻഡ്ര നോവയാണെങ്കിൽ കസാൻഡ്ര നോവയുടെ ആ ഒരു പവേഴ്സും കാര്യങ്ങളും വോയിഡിൽ യൂസ് ചെയ്യാൻ നോക്കുന്ന ഒരു ഡിവൈസ് ആയിരിക്കും അതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സീനിൻ്റെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഷീൽഡിൻ്റെ ഹെലി കാരിയറിൻ്റെ ഒരു ചെറിയ പാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും ചിലപ്പം പ്രൂൺ ചെയ്യപ്പെട്ട് നമ്മുടെ വോയിഡിലേക്ക് വന്നിട്ടുണ്ടാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ വേറെ ക്യാരക്ടറും കൂടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അത് മറ്റായിരുന്നില്ല നമ്മുടെ പൈറോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ലാസ്റ്റായിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള X-Men 3 ദ ലാസ്റ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു മൂവിക്കകത്ത് തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഡെഡ്പൂൾ 3 ഈ ഒരു ക്യാരക്ടർ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആരോ നമ്മൾ ഡെഡ്പൂളിനെ എടുത്തിട്ട് അടിച്ച് തെറിപ്പിക്കുകയാണ്. അതിനുശേഷം ഡെഡ്പൂൾ ആണെങ്കിൽ ആ ഒരു ഫോക്സ് സ്റ്റുഡിയോസിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് വന്ന് വീഴുകയാണ്, ആ ഒരു ലോഗോയ്ക്കകത്ത് വന്ന് വീഴുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഡെഡ്പൂൾ കിടക്കുന്ന സീനിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സീക്രട്ട് വാഴ്സിൻ്റെ പോസ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും കൂടെ കണ്ടതിന് ശേഷം നല്ല രീതിക്ക് ഹൈപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൂൾവറൈനാണ് ആ ഒരു സമയത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നീ അങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ, അത് എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കോടാ കുരങ്ങാന്നാണ് നമ്മുടെ ഡെഡ്പൂൾ നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ അടുത്ത് അഥവാ നമ്മുടെ വൂൾവറൈൻ്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം വൂൾവറൈൻ ആണെങ്കിൽ ആ വൂൾവറൈൻ്റെ ആ ഒരു ക്ലോസ് പുറത്തോട്ട് ഇട്ടിട്ട് നമ്മുടെ ഡെഡ്പൂളിൻ്റെ നെഞ്ചത്തേക്ക് ഇട്ട ഒരു ഒറ്റ കുത്താണ്. അപ്പോൾ അതോടുകൂടിയാണ് ഈ ഒരു ട്രെയിലർ അഥവാ ഈ ഒരു ടീസർ ട്രെയിലർ എൻഡ് ആവുന്നത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു സീക്രട്ട് വാഴ്സിൻ്റെ പോസ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർവലിൻ്റെ കോമിക്സിൽ തന്നെ ഒട്ടനവധി സീക്രട്ട് വാഴ്സിൻ്റെ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ അഥവാ ആ ഒരു കോമിക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ അതേസമയം ഇതിനകത്ത് മാർവൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒറ്റൊരെണ്ണമായിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് കവർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഡൂമിനെ തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു കോയിൻസിഡൻസ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ഇതൊരു ടീസാണോ, അതായത് നമ്മുടെ സീക്രട്ട് വാഴ്സിൻ്റെ മെയിൻ വില്ലൻ ഡോക്ടർ ഡൂം ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടുള്ള ടീസാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ടീസറിനെ പറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടീസറാണ്. അതുപോലെ തന്നെ വെൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള ടീസർ തന്നെയാണ്. നല്ല രീതിക്ക് ഹൈപ്പും കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രോമിസിംഗ് ആയിട്ടും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടീസറിനെ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഡെഡ്പൂളിൻ്റെ പുതിയ സ്യൂട്ടും അതുപോലെ തന്നെ ഈ ട്രെയിലറിനെ പറ്റിയിട്ടുള്ള മൊത്തം കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ താഴ്ന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, അതുപോലെ നിങ്ങൾക്ക് ടീസർ ട്രെയിലറിനെ പറ്റി എല്ലാം നല്ല രീതിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.